Chapter 1 Concept of Programming Language. This chapter is a part of Unit 1. Computer Program. What is a computer program? A computer program is a step-by-step instruction based on logics to solve a problem. Step-by-step instructions based on logics to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം if it is based on some logics. Now, machine language instruction. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ബേസിക്കലി മനസ്സിലാകുന്ന ഒരേ ഒരു ലാംഗ്വേജ് ഇറ്റ് ഇസ് മെഷീൻ ലാംഗ്വേജ് ഓർ മെഷീൻ കോഡ്. So, an instruction set which is written with a binary format and address of memory location is called മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് അറിയുകയും അതോടൊപ്പം ബൈനറി ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്ന 1 and 0 ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന സമയത്ത് വി നീഡ് ടു യൂസ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ പ്രോപ്പർലി. സോ ദാറ്റ്സ് അബൌട്ട് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. An instruction set written using binary number or machine code and address of memory location. 1 0 എന്ന് പറയുന്ന മെഷീൻ കോഡ് അല്ലെങ്കിൽ ബൈനറി നമ്പർ ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ വി നീഡ് ടു യൂസ് ദ നമ്പർ ഇൻ ബൈനറി ഫോർമാറ്റ് ആൻഡ് വി ഷുഡ് നോ ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ ദ കേസ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ്, algorithm. Algorithm is a logical development of a program. Basically, it is the detailed and precise steps to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽഡും കൃത്യവുമായിട്ടുള്ള സ്റ്റെപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൽഗോരിതം എന്ന് പറയുന്നത്. It's a logical development of a program. For example, let us consider a simple case, an algorithm for making a cup of tea. So, step 1, put the tea bag in the cup, tea bag or tea powder. Fill the kettle with water, step 2. Step 3, boil the water in the kettle. Step 4, pour some of the boiled water into the cup. Step 5, add milk to the cup. Step 6, add sugar to the cup. Stir the tea. Step 8, drink the tea. So this is an algorithm for making a cup of tea. That's about algorithm. Now, machine language program. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ഏക ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെഷീൻ ലാംഗ്വേജ്. സോ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞത്. മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആർ ദ ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ബൈ യൂസിങ് മെഷീൻ കോഡ് ഓർ ബൈനറി നമ്പർ 1 0. ഇങ്ങനെയുള്ള മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനുകളുടെ ഒരു സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഒന്നിൽ കൂടുതൽ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷന് വളരെ കളക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചൊരു പ്രോഗ്രാം എഴുതാൻ സാധിക്കും. അങ്ങനെയുള്ള മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനുകളുടെ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദ സീക്വൻസ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ ആൻ അൽഗോരിതം. എ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ഡിപ്പെൻഡ്സ് ഓൺ ദ മെഷീൻ. So you cannot use the same machine language program in a different processor. ഒരു പ്രോസസ്സറിന് വേണ്ടി എഴുതിയിരിക്കുന്ന മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ആ ഒരു പ്രോസസ്സറിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആസ് സച്ച് വി cannot use in a different machine. It's not possible. Also, മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം the instructions or the programs are written by using machine language 1 0. The address location also in a similar way. So it is quite difficult to handle
such a program because it's difficult to handle the numbers. So that's about machine language program. Then ഇതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ട് വന്ന നെക്സ്റ്റ് ലെവൽ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. In this, instructions are combination of 2 or 3 characters which has close resemblance to corresponding English word. For example, MOV, ADD, HLT, etc. Move, add, halt തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അതായത് മൂവ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന് റിസംബിൾ ചെയ്യുന്ന ഒരു കീവേഡാണ് MOV എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ഇൻസ്ട്രക്ഷൻ. ADD ഈസ് another instruction, HLT is another instruction. So these instructions are of 3 characters and they have close resemblance to corresponding English word. ഇത്തരം ഇൻസ്ട്രക്ഷനുകൾ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് മനസ്സിലാകുന്നത് മെഷീൻ കോഡാണ്, ബൈനറി നമ്പറാണ്. സോ മെഷീൻ ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതിയ ഒരു പ്രോഗ്രാം need to be converted to this machine code in order to process by using the processor. A computer program which converts assembly language to machine code is called assembler. നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ കോഡിലോട്ട്, ബൈനറി കോഡിലോട്ട് മാറ്റുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് അസംബ്ലർ. Computer program which converts assembly language to machine code is called assembler. Next case is high level language. It is high level to the computer, not for us. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഓർ അസംബ്ലി ലാംഗ്വേജ് ഈസ് ഡിഫിക്കൽട്ട്. മെഷീൻ ലാംഗ്വേജിലും അസംബ്ലി ലാംഗ്വേജിലും നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ it needs deep understanding of hardware and memorizing operational code. ഒരുപാട് ഓപ്പ് കോഡുകൾ നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഹാർഡ്വെയറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ മെഷീൻ കോഡിൽ ഒരു പ്രോഗ്രാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ്. അത്തരം ഡിഫിക്കൽറ്റീസിനുള്ള ഒരു സൊല്യൂഷനാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. High level languages have well defined keywords resembling ordinary English statements. നോർമൽ ആയിട്ടുള്ള റീഡ്, പ്രിന്റ് പോലെയുള്ള ഓർഡിനറി ഇംഗ്ലീഷ് വേർഡുകളാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം കീവേഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫോർ ഹൈ ലെവൽ ലാംഗ്വേജ്: ഫോർട്രാൻ, ബേസിക്, C++, പൈത്തൺ, etc. High level language is a machine independent language. That means it can be used in any computer regardless of the brand. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ ചെയ്ത ഒരു പ്രോഗ്രാം, യു ക്യാൻ യൂസ് ദാറ്റ് പ്രോഗ്രാം ഇൻ എ ഡിഫറെന്റ് കമ്പ്യൂട്ടർ. മറ്റൊരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം, മറ്റൊരു ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാം, മറ്റൊരു ഡിഫറെന്റ് ആയ ഒരു ബ്രാൻഡിന്റെ കമ്പ്യൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂസ്. സോ നൗ സിൻടാക്സ് റൂൾ. The usage of instructions in a high level language is confined with strict rules like grammar rules in English. These are called syntax rules. നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ റൂൾസ് നമുക്കറിയാം. എങ്ങനെയാണ് ഒരു സെന്റൻസിൽ എങ്ങനെയാണ് സെന്റൻസ് ഫ്രെയിം ചെയ്യുക, അതിൽ ഓരോ വാക്കുകൾക്ക്, ഓരോ വേർഡുകൾക്ക് ഓരോ പൊസിഷൻ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാമർ റൂൾസ് ഇൻ ഇംഗ്ലീഷ്. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്, കൃത്യമായ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. സിമിലർ ടു ഗ്രാമർ റൂൾസ് ഇൻ ഇംഗ്ലീഷ്, അതിനെ വിളിക്കുന്ന പേരാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സിൻടാക്സ് ഇതുപോലെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ പ്രോഗ്രാമിൽ എറർ ഉണ്ടാവും. അതിനെ നമ്മൾ സിൻടാക്സ് എറർ എന്ന് പറയും. നെക്സ്റ്റ് ഈസ് സെമാൻറ്റിക് എറർ. അപ്പോൾ നമ്മൾ സിൻടാക്സ് എല്ലാം കറക്റ്റായി, ഗ്രാമർ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മളൊരു സെന്റൻസ് എഴുതുക എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ സിൻടാക്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ച് കഴിഞ്ഞാലും പ്രോഗ്രാം റൺ ചെയ്യും. But we may get wrong answers because there is an error in our logic. അതിനെ വിളിക്കുന്ന പേരാണ് സെമാൻറ്റിക് എറർ എന്ന് പറയുന്നത്. നമ്മൾ
വിറ്റൻ എ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 2 സംഖ്യ ആഡ് ചെയ്യേണ്ടതുണ്ട്. 1+3 നമ്മൾ ആഡ് ചെയ്യുന്നു. പ്രോഗ്രാം എല്ലാം റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ആൻസർ 5 എന്നാണ് കിട്ടുന്നത്, 4 എന്നതിന് പകരം. അവിടെ പ്രോഗ്രാം എല്ലാം പറയുന്നത് സിൻടാക്സ് എല്ലാം കറക്റ്റാണ്, ബട്ട് റിസൾട്ട് ഈസ് റോങ്. An instruction, even if correct in syntax, may lead to wrong answers if it is not properly used. അതിനെ വിളിക്കുന്ന പേരാണ് സെമാൻറ്റിക് എറർ. ഫോർ എക്സാമ്പിൾ, Mary plays violin. This sentence is syntactically and semantically correct. Grammar correct ആണ്, ലോജിക്കും correct ആണ്, no issues. Violin plays Mary. Violin plays Mary. Grammar correct ആണ്, syntactically correct ആണ്, but the logic, semantically, it is wrong. Features of high-level language. A high-level language have well-defined character set, different data types like integer, float, character, etc. It has a detailed list of operators like arithmetic operators, logical operators, etc. There are control statements for decision making, looping, etc. There will be while statement, there will be if statements, etc. There will be a set of syntax rules, a set of semantic rules. These are the features of any high-level language. Now, compiler and interpreter. നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അത് ബേസിക്കലി മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരേ ഒരു ലാംഗ്വേജ് ഇറ്റ് ഈസ് മെഷീൻ കോഡ്, ഇറ്റ്സ് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലോട്ട് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ദർ ഷുഡ് ബി സം ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഫോർ ദാറ്റ്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. എ പ്രോഗ്രാം ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് കാൾഡ് സോഴ്സ് കോഡ്. എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് കാൾഡ് സോഴ്സ് കോഡ്. ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഈ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം എന്ന് വിളിക്കാം. മൈക്രോ പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം എ മൈക്രോ പ്രോസസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലാംഗ്വേജ്. എ മൈക്രോ പ്രോസസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലാംഗ്വേജ്. എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്യാൻ ട്രാൻസ്ലേറ്റ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് ടു ദ മെഷീൻ കോഡ്. അതിനെ നമുക്ക് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം എന്ന് വിളിക്കാം. ദർ ആർ 2 types of translator program. One is interpreter and another is compiler. One is interpreter and another is compiler. So basically interpreter and compilers are the translator programs that translates high level language or source code into machine code. Now, interpreter. ഇന്റർപ്രറ്ററും കമ്പൈലറും ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യം ഇന്റർപ്രറ്ററിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇന്റർപ്രറ്റർ റീഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ഹൈ ലെവൽ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ. ഇഫ് എ ലൈൻ ഈസ് syntactically wrong, it stops execution with an error message. After correcting, we have to start from the beginning. Computer repeats the same step and hence it's a time consuming process. Interpreter എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ആണ്. ബേസിക്കലി ഇറ്റ് റീഡ്സ് എ ഹൈ ലെവൽ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ. ഇറ്റ് റീഡ്സ് ഹൈ ലെവൽ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആൻഡ് ഇറ്റ് എക്സിക്യൂട്ട് ഹൈ ലെവൽ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ. 100 ലൈനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യും, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ ലൈൻ റീഡ് ചെയ്യും, അത് സിൻടാക്റ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കും. സിൻടാക്റ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. മൂന്നാമത്തെ ലൈൻ റീഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് സിൻടാക്റ്റിക്കലി റോങ് ഇറ്റ് സ്റ്റോപ്സ് എക്സിക്യൂഷൻ. എന്നിട്ട് ദെൻ ഇറ്റ് വിൽ ഷോ ആൻ എറർ മെസ്സേജ്. നമ്മളത് മൂന്നാമത്തെ സെന്റൻസിൽ ഒരു എറർ ഉണ്ടായിരുന്നു, നമ്മളത് കറക്റ്റ് ചെയ്തു. ദെൻ ആഫ്റ്റർ കറക്റ്റിംഗ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ദെൻ ആൾസോ ഇറ്റ് വിൽ റീഡ് ഫസ്റ്റ് ലൈൻ ആൻഡ് ഇറ്റ് വിൽ check whether it is correct.
ആൻഡ് ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ ലൈന് ചെക്ക് ചെയ്യും, അത് കറക്റ്റാണ്, എക്സിക്യൂട്ട് ചെയ്യും. മൂന്നാമത്തെ ലൈനിൽ തെറ്റുണ്ടായിരുന്നു, നമ്മൾ കറക്റ്റ് ചെയ്തു, അപ്പോൾ അത് റീഡ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. നാലാമത്തെ ലൈന് റീഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അഞ്ചാമത്തെ ലൈന് റീഡ് ചെയ്യുന്നു, അത് സിൻടാക്റ്റിക്കലി അതിലൊരു എറർ ഉണ്ടെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും, എറർ മെസ്സേജ് കാണിക്കും. ദെൻ നമ്മൾ കറക്റ്റ് ചെയ്ത് വീണ്ടും ഇത് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലൈൻ മുതൽ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് കമ്പ്യൂട്ടർ റിപ്പീറ്റ് ദ സെയിം സ്റ്റെപ്സ് ആൻഡ് ഇറ്റ്സ് റിയലി ടൈം കൺസ്യൂമിങ്. Next case is compiler. It converts the entire program to machine language and stored into a file. നമ്മൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ട് മൊത്തം പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഫസ്റ്റ് സ്റ്റേജിൽ. ദെൻ ഇറ്റ് വിൽ സ്റ്റോർ ഇൻ ടു എ ഫയൽ. ആ സമയത്ത് തന്നെ ഡ്യൂറിങ് കമ്പൈലേഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ ദ എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ലിസ്റ്റ് ഔട്ട് ആൾ ദ എറേഴ്സ് വിത്ത് ലൈൻ നമ്പേഴ്സ്. ഒരു കമ്പൈലർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് പ്രോഗ്രാമിലൂടെയും കമ്പൈലേഷൻ സമയത്ത് കംപ്ലീറ്റ് പ്രോഗ്രാം എൻറ്റയർ പ്രോഗ്രാമിലൂടെ പോവുകയും അതിലുള്ള എല്ലാ എറേഴ്സിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യും ബൈ ലൈൻ നമ്പേഴ്സ്. ഇനി നമുക്ക് ചെയ്യാം, വി ക്യാൻ കറക്റ്റ് ഇറ്റ് ആൻഡ് കമ്പൈൽ ഇറ്റ് അഗെയിൻ. ഇപ്പോൾ പ്രോഗ്രാം കംപ്ലീറ്റ്ലി സിൻടാക്സ് എറർ ഫ്രീ ആണെങ്കിൽ കമ്പൈലർ കൺവേർട്ട് ആൻഡ് സ്റ്റോർ ഇൻ എ ലൊക്കേഷൻ. വി ക്യാൻ ഡയറക്ട്ലി എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഫസ്റ്റ് കംപ്ലീറ്റ് പ്രോഗ്രാമിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യും. ദെൻ എക്സിക്യൂഷനിലുള്ള എററുകളെല്ലാം അത് കംപ്ലീറ്റ്ലി ലിസ്റ്റ് ഔട്ട് ചെയ്യും ലൈൻ നമ്പേഴ്സ് ഉപയോഗിച്ച്. ദെൻ വി ക്യാൻ കറക്റ്റ് ഇറ്റ് ആൻഡ് വി ക്യാൻ കമ്പൈൽ ഇറ്റ് അഗെയിൻ. പ്രോഗ്രാമിനെ ഒന്നും കൂടി ചെക്ക് ചെയ്യും, കംപ്ലീറ്റ്ലി സിൻടാക്സ് എററിൽ നിന്ന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺവേർട്ട്സ് ആൻഡ് സ്റ്റോർ ഇൻ എ ലൊക്കേഷൻ. Then we can directly execute the program. That's it. That's about compiler. Next topic is development of a computer program. Steps of programming. Development of a computer program or steps of programming. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലുള്ള സ്റ്റെപ്സ് ആണ്. ഒന്ന്, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി അൽഗോരിതം ഓർ ഫ്ലോ ചാർട്ട്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തെ ലോജിക്സ് ഉപയോഗിച്ച് പ്രിസൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനെ മാറ്റി എഴുതണം. ഇറ്റ്സ് എ ഹ്യൂമൻ ആക്ടിവിറ്റി. അത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രോസസ്സാണ്. കിട്ടിയിരിക്കുന്ന പ്രോബ്ലത്തെ സ്ലൈസ് ചെയ്ത് സെഗ്മെൻ്റ് ആക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിരിച്ച് എഴുതുക. ഓർ വി ഹാവ് ടു റൈറ്റ് an algorithm or flow chart from the problem that can be done by the human brain. നമ്മൾ മാനുവലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഈ അൽഗോരിതത്തെയോ ഫ്ലോ ചാർട്ടിനെയോ നമ്മളൊരു പ്രോഗ്രാമായിട്ട് എഴുതേണ്ടതുണ്ട്. അത് സിയിലാകാം, പൈത്തണിലാകാം, ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാമായിട്ട് എഴുതും. ഈ പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സ് കോഡ് എന്ന് പറയും. സോ അൽഗോരിതത്തെ സോഴ്സ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ആൾസോ ഡൺ ബൈ ഹ്യൂമൻ ബ്രെയിൻ. ഇനി ഈ സോഴ്സ് കോഡ് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി അങ്ങോട്ട് നടക്കുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടക്കുന്ന പ്രോസസ്സുകളാണ്. ഈ സോഴ്സ് കോഡിനെ മെഷീൻ കോഡായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ദിസ് ഈസ് ഡൺ ബൈ കമ്പൈലർ. സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ് ഇസ് ഡൺ ബൈ ദ കമ്പൈലർ. ദെൻ this object code is linked with external segments. It is converted to a file named executable file. So the steps of program can be written as follows. 1. Study the problem and develop algorithm. 2. Select the programming language. 3. Write source code following algorithm with correct notation, syntax rule and semantic rule, and convert it to machine code using compiler or interpreter. After compilation, computer will develop a file named object code in the machine language. The object code is linked with the external segments and is converted to a file named executable file.